നമസ്കാരം കൂട്ടുകാരെ. 2025 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ചലച്ചിത്രം പൈങ്കിളി. ജിത്തു മാധവന്റെ തിരക്കഥ സംവിധാനം ചെയ്തത് ശ്രീജിത്ത് ബാബു ആയിരുന്നു. ഫഹദ് ഫാസിലും ജിത്തു മാധവനും കൂടിയാണ് ചലച്ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. സജിൻ ഗോപുവും അനശ്വര രാജനും പ്രധാന വേഷത്തിലെത്തിയ ചലച്ചിത്രം വാലന്റൈൻസ് ഡേയോടെയായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. തിയേറ്ററിൽ നിന്നും മിക്സഡ് പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ ചലച്ചിത്രം അത്യാവശ്യം കളക്ഷനും നേടിയിരുന്നു. ചലച്ചിത്രം ഇപ്പോൾ OTT-യിലൂടെ എല്ലാവരിലേക്കും എത്തിയിരിക്കുകയാണ്. മനോരമ മാക്സിലും ആമസോൺ പ്രൈമിലുമായി ചലച്ചിത്രം കാണാം. ഏറെ രസകരമായ സിറ്റുവേഷൻ കോമഡികളൊക്കെയുള്ള ചലച്ചിത്രമാണ്. തീർച്ചയായും എല്ലാവരും OTT-യിൽ നിന്നും സിനിമ കാണുമല്ലോ. നമുക്കെന്തായാലും ഈ ചലച്ചിത്രത്തിന്റെ ഒരു ചുരുങ്ങിയ സംഗ്രഹം കേട്ടു നോക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഹസി എന്ന പെൺകുട്ടിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. റാപ്പറാവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഹസി. ഹസി എന്നൊരു റാപ്പ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. സംഭവം എന്തെന്നാൽ അടുത്ത വീട്ടിൽ ഒരു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ അവിടുത്തെ പെൺകുട്ടിയായ ഷീബയ്ക്ക് വിവാഹത്തിലൊന്നും തീരെ താല്പര്യമില്ല. അച്ഛനും അമ്മയും ഏറെ നിർബന്ധിച്ചെങ്കിലും ഒരു തരത്തിലും അവൾ അടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്ന് തഞ്ചത്തില് കാര്യം പറഞ്ഞു. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ മോളെ ഞങ്ങൾ പറയുന്നത് മോൾ അനുസരിക്ക്. അങ്ങനെയുള്ള അമ്മയുടെ വാക്കുകൾക്ക് അവൾ ഓക്കെ എന്ന് തലകുലുക്കി. വിജയശ്രീലാളിതയായി താഴേക്ക് ഇറങ്ങി വന്ന അമ്മ ഭക്ഷണം കഴിക്കുകയായിരുന്ന അച്ഛനടുക്കൽ, അതായത് ബേബിക്ക് അടുക്കൽ ചെന്ന് പറഞ്ഞു, കണ്ടോ മോളോടൊക്കെ പറയേണ്ടുന്നതിനൊരു രീതിയുണ്ട്. ഒരു നേക്കിലങ്ങ് പറഞ്ഞപ്പോ അവൾ ഓക്കെയായി. അവരാ സംസാരിച്ചു നിൽക്കുമ്പോ വീടിനോട് ചേർന്ന് നിൽക്കുന്ന കവിങ്ങിലൂടെ ആരോ ഓർന്ന് താഴെ ഇറങ്ങുന്ന ശബ്ദം അവർ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടതോ അത് ഷീബയായിരുന്നു. തന്റെ ബാഗുമെടുത്ത് ഷീബ ഒളിച്ചോടാൻ നോക്കുകയാണ്. ഓടിയവളെ പിന്നാലെ ഓടിച്ചെന്ന് തെരുവിലിട്ട് ബേബി വിടിച്ചു. എന്നെ തല്ലല്ലേ അപ്പ എന്നൊക്കെ പറഞ്ഞ് ഷീബ കരയാൻ തുടങ്ങിയതോടെ ബേബി കുറച്ച് നാണം കെടുന്നുണ്ട്. പിന്നാലെ എഴുന്നേറ്റ് ഒരു കൂസലുമില്ലാതെ സോറി അപ്പ എന്നും പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കുമൊപ്പം തന്നെ ഷീബ വീട്ടിലേക്ക് പോയി. അന്ന് വൈകുന്നേരത്തോടെ ഹസി ഷീബയെ കാണാൻ ചെന്നു. നീ എന്ത് പണിയാ കാണിച്ചത് എന്ന് മട്ടിൽ അവളോട് ചോദിച്ചു. നീയല്ലേ എന്നോട് ഒളിച്ചോടാൻ പറഞ്ഞത് എന്നായിരുന്നു ഷീബയുടെ മറുചോദ്യം. നിന്നോട് പ്രേമിച്ചിട്ട് ഒളിച്ചോടാനല്ലേ പറഞ്ഞേ, അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒളിച്ചോടാനാണോ? ഹസി ചോദിച്ചു. അപ്പോഴേക്കും വീടിനോട് ചേർന്ന് നിന്നിരുന്ന കവുങ്ങും ഷീബയുടെ അച്ഛൻ വെട്ടിവീഴ്ത്തിയിരുന്നു. ഹസി വിശദീകരിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാനല്ലേ, അതിന് നീ പറയുന്നത് കേൾക്കുന്ന ഒരാളെ അങ്ങ് കെട്ടിയ പോരെ? പ്രേമിച്ചു കെട്ടണം, ഒളിച്ചോടണം, അതിനതുപോലെ ആരെ കിട്ടാനാ എന്ന് ഷീബ ചോദിച്ചതും ഹസി പറഞ്ഞു, അതുപോലെ ഒരുപാട് പേരെ കിട്ടാനുണ്ട്. ഒന്ന് ചിരിച്ച ഗൂഗിൾ പേ വരെ അയച്ചു തരും. ആ ഒരു നിമിഷത്തിലാണ് കഥയിലേക്ക് കഥാനായകൻ കടന്നുവരുന്നത്. സുഗു സുജിത് കുമാർ. സുഗു വേഴാമ്പൽ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിനുടമ, മഷിത്തണ്ടും മാങ്ങാക്കറിയും എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ, പൈങ്കിളി സാഹിത്യം വാരി വിതറി എഴുതുന്ന ഒരു പാവം ചെറുപ്പക്കാരൻ. കൂട്ടുകാർക്കൊപ്പം കറങ്ങി നടക്കലും പ്രണയവും ഒക്കെയായിരുന്നു ഒരു കാലത്ത് പ്രധാന ഹോബി. ഒരു പ്രണയ നൈരാശ്യം സംഭവിച്ചതിൽ പിന്നെ ഇനി പ്രണയമേയില്ല എന്ന് പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ സ്റ്റിക്കർ വർക്കൊക്കെയായി കഴിഞ്ഞുകൂടുകയാണ്. സുഗുവിന് വീട്ടിൽ അമ്മയും സഹോദരിയും മുത്തശ്ശിയും അച്ഛനുമുണ്ട്. സഹോദരി വിവാഹിതയാണ്. സുഗുവിന്റെ അച്ഛന് അനിത കാറ്ററിംഗ് എന്ന പേരിൽ കാറ്ററിംഗ് സർവീസ് ആണ്. അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും പൊതുവെ സുഗുവോ വീട്ടിലെ ആരും തന്നെ അനുസരിക്കാറുണ്ടായിരുന്നില്ല. സുജിത് കുമാർ എന്നാണ് സുഗുവിന്റെ അച്ഛന്റെ പേര്. സുഗുവിന്റെ അസിസ്റ്റന്റിനെ പോലെ കൂട്ടുകാരനായി എപ്പോഴും ഒരുത്തൻ കൂടെയുണ്ടാകും. പാച്ചൻ എന്നാണ് സുഗു അവനെ വിളിക്കുന്നത്. സുഗുവിന് മറ്റൊരു കൂട്ടുകാരൻ കൂടിയുണ്ട്, കുഞ്ഞായി എന്ന് വിളിക്കുന്ന അനീഷ്. അടുത്ത വീട്ടിലെ സുധാകരന്റെ കിണറ്റിൽ ചില പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോ അത് ക്ലീൻ ചെയ്യാനൊക്കെ അവർ മൂവരുമായിരുന്നു പോയത്. സുധാകരന്റെ പെങ്ങൾ സുമയ്ക്ക് സുഗുവിനോട് ചെറിയ പ്രണയ താല്പര്യമൊക്കെ ഉണ്ട്. സുമ അവിടുത്തെ ആശുപത്രിയിൽ നഴ്സായി ജോലി നോക്കുകയാണ്. അന്ന് കിണറ്റിലെ പണിയൊക്കെ കഴിഞ്ഞ് സുഗു വീട്ടിൽ വന്ന് കുളിച്ചു. വസ്ത്രം മാറാൻ നോക്കുമ്പോ അടിവസ്ത്രം ഉണങ്ങിയിട്ടില്ല. അമ്മയും സഹോദരിയും പരസ്പരം പഴിചാരി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്തായാലും അന്ന് രാത്രി മദ്യപാന പാർട്ടിക്കിറങ്ങുമ്പോ സുഗുവിന് അടിവസ്ത്രമുണ്ടായിരുന്നില്ല. കുഞ്ഞായിക്കും പാച്ചനുമൊപ്പം സുഗു തന്റെ ടീമംഗങ്ങളുടെ അടുത്തെത്തി. വലിയ തോതിൽ മദ്യപിച്ചു. മദ്യത്തിൽ കലർത്താൻ ഇളനീരിടാൻ വേണ്ടി തളപ്പുമായി നേരെ തെങ്ങിൻ ചൂട്ടിലേക്ക് സുഗു പോയി. തെങ്ങിൽ കയറി ഒരു കരിക്കിട്ടു. കരിക്കിനൊപ്പം ദാണ്ടെ സുഗുവും താഴെ കൊറ്റ വീഴ്ച. കൂട്ടുകാരൊക്കെ ഓടിക്കൂടി സുഗുവിനെ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഇതേസമയം ആശുപത്രിയിലാകട്ടെ 3 ദിവസം മുമ്പ് ഹസി പറഞ്ഞ കാര്യം ഷീബ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഒരുത്തനെ വളച്ചെടുത്ത് ആശുപത്രിയിൽ വന്ന് ഒരവസരത്തിനായി അവൾ കാത്തിരുന്നു. വീട്ടുകാരിൽ നിന്ന് മുങ്ങിയിരിക്കുകയായിരുന്നു അവൾ. ആശുപത്രിയിലേക്കാരും അന്വേഷിച്ചു വരില്ല എന്നൊരു വിശ്വാസം. 3 ദിവസം കൊണ്ട് ഒളിച്ചോട്ടം വരെ ഷീബ പ്ലാൻ ചെയ്തിരുന്നു. ഷീബയെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായ പ്രണയമൊന്നുമല്ല, എങ്ങനെയും വീട്ടുകാരിൽ നിന്ന് രക്ഷപ്പെടണം. അതുമാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. നടക്കാനിരിക്കുന്ന കല്യാണം നടക്കരുത്. ആ സമയത്താണ് ആശുപത്രിയിലേക്ക് കൂട്ടുകാരൊക്കെ ചേർന്ന്
ചേർന്ന് സുഖുവിനെ കൊണ്ടുവരുന്നത്. അവിടെ ആകെ ഉണ്ടായിരുന്നതോ നഴ്സായ സുമ മാത്രമായിരുന്നു. സുഖുവിനെ ആ അവസ്ഥയിൽ കണ്ടതും സുമ പാനിക്കായി. സുഖുവിനെ കുറെ ഒച്ചയെടുത്തു. പിന്നാലെ ഡോക്ടർ വിളിച്ച് എന്ത് ചെയ്യണമെന്ന് കാര്യം തിരക്കി. എക്സ്റേ എടുക്കാൻ ഡോക്ടർ പറഞ്ഞതും സുഖുവിനെ സ്ട്രക്ചറിൽ കിടത്തി അവർ എക്സ്റേ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഷീബയുടെ അച്ഛൻ കുറച്ച് ഗുണ്ടകളും ആളുകളുമായി ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇതിനിടയിലൂടെയാണ് സുഖുവിനെ കൊണ്ടുപോകുന്നത്. ഹാളിന്റെ നടുവിലെത്തിയപ്പോ സുഖുവിന്റെ മുണ്ടിൽ മുഴുവൻ അഴുക്ക് കണ്ട് ഇത് വേണ്ട ഇത് മാറ്റട്ടെ എന്നും പറഞ്ഞ് ആ മുണ്ടും പറിച്ച് സുമ അകത്തേക്കോടി. സുഖുവാണെങ്കിൽ അടിവസ്ത്രമൊന്നും ധരിച്ചിരുന്നില്ലല്ലോ. പൂർണ്ണ നഗ്നനായി എല്ലാവരുടെയും മുമ്പിൽ സുഖു കിടന്നു. നാണം മറയ്ക്കാനും മറ്റുമായി സുഖു കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സുഖുവിന്റെ കൂട്ടുകാരൻ പാച്ചൻ സുഖുവിനെ സപ്പോർട്ട് ചെയ്ത് നാണം മറയ്ക്കാനൊക്കെയായി കൂടെ നിന്നു. അപ്പോഴായിരുന്നു സുഖു തങ്ങിയെന്ന് വീണ വിവരമറിഞ്ഞ് അമ്മയും കുടുംബാംഗങ്ങളും കൂടി എത്തുന്നത്. ആകെ ഒരു കോലാഹലം. അപ്പോഴേക്കും സുമ വന്ന് ആശുപത്രി ബെഡ്ഷീറ്റ് കൊണ്ട് സുഖുവിന്റെ നാണം മറച്ച് എക്സ്റേക്കായി കൊണ്ടുപോയി. ഷീബയുടെ ആളുകളെ കണ്ടതും 3 ദിവസത്തെ കാമുകൻ ചെറുതായെന്ന് ഭയന്നിരുന്നു. സുഖുവിന്റെ പിന്നാലെ സുഖുവേട്ടൻ എന്തു പറ്റിയെന്നും ചോദിച്ച് അയാളും മുങ്ങി. അതോടെ ഷീബയ്ക്ക് അച്ഛനും സംഘത്തിനുമൊപ്പം പോവേണ്ടി വന്നു. വീട്ടിലേക്ക് തിരികെ എത്തിയ ഷീബയെ കാണാൻ അടുത്ത ദിവസം ഹസി വന്നു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കാമുകൻ ഓടിപ്പോയ കാര്യം കേട്ടപ്പോ അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ നീ വല്ല ഗുണ്ടയെ വേണം പ്രേമിക്കാൻ എന്നൊരു ഉപദേശവും ഹസി വെച്ചു കാച്ചി. ഷീബയ്ക്ക് അത് കൊള്ളാലോ എന്ന് തോന്നിയിരുന്നു. മറുവശത്ത് സുഖു ആകട്ടെ കയ്യിലും കാലിലുമൊക്കെ പ്ലാസ്റ്ററുമിട്ട് വീട്ടിലിരിപ്പിലായിരുന്നു. സുഖുവിനൊരു ബുള്ളറ്റ് ഉണ്ട്. ആർക്കും സുഖു അത് ഓടിക്കാൻ കൊടുക്കില്ല. അച്ഛൻ ചോദിച്ചിട്ട് വരെ സുഖു അത് കൊടുത്തിരുന്നില്ല. സുഖുവിന് അത്ര ഇഷ്ടമായിരുന്നു ആ വണ്ടി. ആ സമയമാണ് സുമ വരുന്നത്. അഴലിൽ നിരത്തിയിട്ടിരുന്ന അടിവസ്ത്രങ്ങൾ കണ്ട് സുഖുവിനെ സുമയൊന്ന് കളിയാക്കുന്നുണ്ട്. അടുത്ത ദിവസം ഷീബയും ഹസിയും കൂടി പുറത്തുപോയി. ഷീബയ്ക്ക് വളയ്ക്കാൻ പറ്റുന്ന ഒരു ഗുണ്ടയെ അവർ കണ്ടെത്തിയിരുന്നു. പീറ്റർ എന്നാണ് അയാളുടെ പേര്. ഘട്ടങ്ങളിലൂടെ വേണം അയാളെ വളയ്ക്കാൻ. ആദ്യം അയാളെ നോക്കി ചിരിച്ചാ മതി, ഫോൺ നമ്പറൊക്കെ പിന്നെ വാങ്ങാം എന്ന് പറഞ്ഞ് ഷീബയെ ഹസി ഗുണ്ടയ്ക്കടുത്തേക്ക് പറഞ്ഞു വിട്ടു. പീറ്റർ ഒരു കടക്കാരനെ വിറപ്പിച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങോട്ടേക്കെത്തിയ ഷീബ പീറ്ററിനെ വിളിച്ച് വല്ലാത്തൊരു ചിരിയങ്ങ് ചിരിച്ചു. ഗുണ്ടയാണെങ്കിലും നിർമ്മല ഹൃദയസ്ഥനായ പീറ്റർ അത് കണ്ട് അലിഞ്ഞു പോയി. എന്തിനേറെ പറയുന്നു, പീറ്ററിനോട് തനിക്ക് ആരാധനയാണ്, പ്രേമമാണെന്ന് വരെ ഷീബ വെച്ചു കാച്ചി. പീറ്റർ മതിൽ വീണുപോയിരുന്നു. പീറ്ററിന്റെ കയ്യാളുകളായ 2 പേർ അതിനോടകം ഷീബയ്ക്ക് പീറ്ററിന്റെ ഫോൺ നമ്പറും കൊടുത്തു. ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഷീബ ഒരൊറ്റ പോരലും പോന്നു. അടുത്ത ദിവസം സുഖവും കൂട്ടുകാരും കൂടി കട തുറന്നിരുന്നു. അങ്ങോട്ടേക്ക് സുമ വന്നു. മിക്സി നന്നാക്കാൻ എന്ന മട്ടിലാണ് വരവ്. പക്ഷേ സുഖുവിനെ കാണല്ല അതിനു പിന്നിലെ ഒരു പ്രധാന ഉദ്ദേശമാണ്. കുഞ്ഞായിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞതും മുമ്പിലിരിക്കുകയായിരുന്ന സുഖുവിനടുത്തേക്ക് ചെന്ന് സുമ പറഞ്ഞു, സുഖുവേട്ടാ, എനിക്ക് വീട്ടിലെ കല്യാണം നോക്കുന്നുണ്ട്. നല്ല പയ്യന്മാര് വല്ലോണ്ടോ പറ. വലിയ വരുമാനമുള്ള കടയൊന്നും വേണമെന്നില്ല, എനിക്ക് ജോലിയുണ്ടല്ലോ. സുഖുവിനെ ഉദ്ദേശിച്ചായിരുന്നു സുമ അത് പറഞ്ഞത്. അടുത്തു നിന്ന കുഞ്ഞായിക്കും പാച്ചനും വരെ അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സുഖുവിന് അതങ്ങ് ക്ലിക്കായില്ല. സുമ പോയി കഴിഞ്ഞതും സുമയ്ക്ക് നല്ലൊരു പയ്യനെ നോക്കണം എന്ന മട്ടിൽ സുഖു പറഞ്ഞതും പാച്ചനും കുഞ്ഞായും കൂടി സുമ പറഞ്ഞതിന്റെ പൊരുൾ സുഖുവിന് പറഞ്ഞുകൊടുത്തു. പക്ഷേ സുഖു പറഞ്ഞത് അവൾ എന്റെ കൂട്ടുകാരൻ സുധാകരന്റെ പെങ്ങളാ. സുധാകരന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ എന്റെയും പെങ്ങളാണെന്നായിരുന്നു. അവരുടെ കടയിൽ വലിയ കച്ചവടമൊന്നുമില്ല. കോയമ്പത്തൂര് പോയി മൊബൈലിന്റെ ബാക്ക് സ്ക്രീൻ അടിക്കുന്ന പ്രിന്റർ എടുക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. ട്രെയിന് പോവാനാണ് സുഖു ആദ്യം പ്ലാൻ ചെയ്തതെങ്കിലും കുഞ്ഞായി പറഞ്ഞ് അത് ബൈക്കിനാക്കി. ഒരു ബുള്ളറ്റ് റൈഡ് താൻ ബൈക്ക് സംഘടിപ്പിച്ചോളാം, പാച്ചനും സുഖവും കൂടി ഒരു ബൈക്കിൽ വന്നാ മതി എന്നും കുഞ്ഞായി പറഞ്ഞു. മറുവശത്താണെങ്കിൽ ഗുണ്ടയായ പീറ്റർ ഷീബ വന്നതിൽ പിന്നെ പ്രണയത്തിൽ വീണ് ആകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫോണും നോക്കി ഒരേ ഇരിപ്പ്. ഷീബയാണെങ്കിൽ വിളിക്കുന്നുമില്ല. അങ്ങനെ ഷീബ വിളിച്ചു. വിളിച്ചപാടെ ഷീബ ആകെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഹലോ, ഞാനാ ഷീബ. നമ്മുടെ പ്രണയം അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സമയമായി. ഞാൻ വിളിച്ചോളാം. ചക്കരയുമ്മ. ആകെ അതും പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. പീറ്ററിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്നാലും ചക്കരയുമ്മ പീറ്ററിന്റെ മനം കവർന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ സുഖവും പാച്ചനും കൂടി തയ്യാറായി. കുഞ്ഞായി വിളിച്ചപ്പോഴാകട്ടെ കുഞ്ഞായിക്ക് വണ്ടി കിട്ടിയില്ല. അടുത്ത ദിവസം പോവാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പാച്ചനെ ഒഴിവാക്കാനും നമുക്ക് പോവാമെന്നുമായി കുഞ്ഞായിയുടെ വാദം. വീട്ടിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞായിയേക്കാൾ തന്നെയും കാത്ത് അപ്പോൾ വന്നു നിൽക്കുന്ന പാച്ചൻ വളരെ വലുതായി സുഖുവിന് തോന്നിയിരുന്നു. അമ്മ കൊടുത്ത അച്ചാറുമെടുത്ത് അവർ കോയമ്പത്തൂർക്ക് ബുള്ളറ്റ് റൈഡ് ആരംഭിച്ചു. പോകുന്ന വഴിയിൽ കണ്ട ഒരു ശില്പം രസം തോന്നി. പാച്ചൻ വാങ്ങുകയും ചെയ്തു. അങ്ങനെ സുഖവും പാച്ചനും കോയമ്പത്തൂരെത്തി. പ്രിന്ററൊക്കെ നോക്കി അവിടെ ഒരു ലോഡ്ജിൽ റൂം എടുത്തു. കൊടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് ഫോട്ടോ കോപ്പി എടുത്ത് തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞ് ലോഡ്ജ് ഉടമ വാങ്ങിവെച്ചു. മറുവശത്ത് ഷീബയാകട്ടെ വീട്ടിൽ നിന്ന് ചാടി പീറ്ററിന്റെ വീടിന്റെ ഫ്രണ്ടിൽ പോയി കിടന്നിരുന്നു. രാത്രിയിൽ പീറ്റർ എത്തിയപ്പോ വീടിന് മുമ്പിൽ ഷീബ കിടക്കുന്നു. പക്ഷേ ഷീബയെ വിളിക്കാൻ പീറ്ററിന് മടി. ഷീബയുടെ പേര് പീറ്റർ മറന്നുപോയിരുന്നു. പ്രണയാസക്തനായി നിൽക്കുകയാണല്ലോ. പേരറിയാണ്ട് ഒരു പെണ്ണിനെ വിളിച്ച എന്ത് മോശമാവും എന്ന മട്ടിലായിരുന്നു പീറ്റർ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അന്വേഷിച്ചു പിടിച്ച് ഷീബയുടെ അച്ഛനും
മുഴുവനും ഗുണ്ടയായ ജാഫറും സംഘവും ഒക്കെ കൂടി എത്തുന്നത്. പീറ്റർ പ്രശ്നക്കാരനായതുകൊണ്ട് ജാഫർ തന്നെ ചെന്ന് പീറ്ററിനോട് സംസാരിച്ചു. അപ്പോഴേക്കും ഷീബയും ഉണർന്നു കഴിഞ്ഞിരുന്നു. ജാഫർ പീറ്ററിനോട് ഷീബയെ കെട്ടിയ പുലിവാലാകുമെന്നും അവളുടെ സ്വഭാവം ശരിയല്ലെന്നും കെട്ടിക്കഴിഞ്ഞ് അവളെ പഠിക്കാനെന്നും മറ്റും പറഞ്ഞുപോയി വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയേക്കും എന്ന മട്ടിലൊക്കെ പറഞ്ഞു. ഉടൻ വന്നു പീറ്ററിന്റെ മറുപടി, അതിന് ഞാൻ അവളെ കെട്ടിക്കഴിഞ്ഞ അവള് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ, എന്റെ രാജകുമാരി അവളെ പുറത്തേക്ക് വിടുന്നില്ല. അത് കേട്ടതും ഷീബയുടെ മനസ്സേ മാറിയിരുന്നു. അത്രയും സ്നേഹമൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല ചേട്ടാ എന്നും പറഞ്ഞ് പീറ്ററിനോട് ഭയം പറഞ്ഞ് അച്ഛൻ ബേബിക്കൊപ്പം അവൾ തിരികെ വീട്ടിലേക്ക് പോയി. പീറ്റർ ആണെങ്കിൽ ആകെ ചൂളിപ്പോയിരുന്നു. മറുവശത്ത് കോയമ്പത്തൂരിൽ സുഖവും പാച്ചനും കൂടി വേണ്ട പോലെ മദ്യപിച്ചു. രാത്രിയിലുണർന്ന സുഖമൊന്ന് പുറത്തേക്ക് നോക്കിയപ്പോ ഒരുത്തൻ തന്റെ ബുള്ളറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. ഉടനടി പാച്ചനെയും വിളിച്ച് സുഖ പുറത്തേക്ക് ഓടിയിറങ്ങി ബുള്ളറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നവന്റെ പുറകെ ഓടുകയാണ്. ഒടുവിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന പട്ടീസ് വലിച്ചെറിഞ്ഞ് ബുള്ളറ്റ് കൊണ്ടുവന്നവന്റെ കഴുത്തിൽ കുരുക്കി അവന് വലിച്ച് പൊക്കിയെടുത്ത് താഴേക്കിട്ടു. പിന്നാലെ ഓടിയെത്തി ബുള്ളറ്റും പൊക്കിയെടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി പാച്ചനും ഓടിയെത്തിയിരുന്നു. വീണവനെ അടിക്കാൻ സുഖൊരുങ്ങിയെങ്കിലും അതവരുടെ ഏരിയയാണെന്നും പ്രശ്നമുണ്ടാക്കണ്ടെന്നും പറഞ്ഞ് സുഖുവിനെയും കൂട്ടി പാച്ചൻ വേഗം ലോഡ്ജിലേക്ക് പോന്നു. രാത്രിക്ക് രാത്രി സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് സ്ഥലം വിടാൻ അവർ തീരുമാനിച്ചിരുന്നു. ബുള്ളറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോയവൻ വീണ അതേ വഴിയിലൂടെ വേണമായിരുന്നു സുഖുവിനും പാച്ചനും പോവാൻ. അവരവഴി പോകുമ്പോ അവിടെ പോലീസ് വന്നിരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ അവർ തെളിഞ്ഞു കേട്ടു. സുഖു വലിച്ചു വീഴ്ത്തിയവൻ ആ വീഴ്ചയിൽ കൊല്ലപ്പെട്ടിരുന്നു. അതായത് സുഖു ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു. അറിയാതെയാണെങ്കിലും താനൊരു കൊലപാതകിയായി എന്നത് സഹിക്കാൻ സുഖുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തു ചെയ്യുമെന്നറിയാതെ സുഖു തന്നെ പഴി പറഞ്ഞുകൊണ്ടിരുന്നു. കോയമ്പത്തൂർക്ക് പോയ കാര്യവും ഓരോ കാര്യങ്ങളും തെറ്റാണെന്ന മട്ടിൽ സംസാരിച്ച് സുഖു പുലമ്പിക്കൊണ്ടിരുന്നു. പാച്ചൻ സുഖുവിനെ ആശ്വസിപ്പിച്ചു. ഒടുവിൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാൻ പാച്ചൻ തന്നെ സുഖുവിനെ തന്റെ ബന്ധുവായ തങ്കു കൊച്ചച്ചന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. തങ്കു കൊച്ചച്ചൻ ഒരു മുൻകാല ഗുണ്ടയാണ്. നിലവിൽ ലീഗൽ അഡ്വൈസറായി ജോലി നോക്കുന്നു. ഗുണ്ട ആക്ടിൽ പുള്ളിയെ നാടുകടത്തിയതാണ്. പക്ഷേ പുള്ളി പോവാതെ കായലിൽ ഹൗസ് ബോട്ടിലാണ് ജീവിതം. കരയിൽ കാലുകുത്തിയാലാണല്ലോ പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് പുള്ളിയുടെ വാദം. പുള്ളിക്ക് യൂട്യൂബ് ചാനൽ വരെയുണ്ട്. അതിലൂടെ തന്നെ പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന മട്ടിൽ പോലീസിനെ വരെ പുള്ളി വെല്ലുവിളിക്കാറുണ്ട്. പുള്ളിയുടെ സഹായത്തിന് ഹൗസ് ബോട്ടിൽ കയ്യാളുകളായി കുറച്ചാളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ തങ്കു കൊച്ചച്ചനെ കണ്ട് അവർ കാര്യങ്ങൾ സംസാരിച്ചു. പോലീസ് ഇപ്പോ ഇന്റലിജന്റ് ആണെന്നും 1 മാസത്തിനുള്ളിൽ സുഖുവിനെ അവർ പൊക്കുമെന്നും തങ്കു കൊച്ചച്ചൻ പറഞ്ഞു. പോരാത്തതിന് ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം ആ ലോഡ്ജിലാണല്ലോ ഉള്ളത്. പോലീസ് എളുപ്പത്തിൽ സുഖുവിലേക്കെത്തും എന്നും തങ്കു പറയുന്നുണ്ട്. രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി സുഖുവിന് മാനസിക രോഗമുണ്ടെന്ന് വരുത്തി തീർക്കലാണ് എന്നും തങ്കു പറഞ്ഞു. സുഖുവിന് അതൊന്നും ശരിയാവില്ലെന്ന് തോന്നി. സുഖു ആദ്യം എഴുന്നേറ്റെങ്കിലും തങ്കുവിന്റെ പെർഫോമൻസും വാക്കുകളും കേട്ടതും സുഖു അതിൽ വീണു. തനിക്ക് പരിചയമുള്ള ഒരു മാനസികാരോഗ്യ വിദഗ്ധനുണ്ടെന്നും അയാൾ സർട്ടിഫിക്കറ്റ് തരും. മാനസിക രോഗമുള്ളവർക്ക് അത് ഭേദമായി കഴിയുമ്പോ ഗവൺമെന്റ് ഓരോ ലോൺ കൊടുക്കാറുണ്ട്, ജോലിക്കും മറ്റുമായി. അതുപോലൊരു ലോണിന്റെ ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞാൽ മതി എന്നും തങ്കു പറഞ്ഞു. അങ്ങനെ തങ്കുവിന്റെ റെക്കമെൻഡേഷനിൽ തങ്കു പറഞ്ഞ ഇടത്തേക്ക് വിദ്യുത് മന്ദിറിലേക്ക് പാച്ചനും സുഖവും ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് അവർ കാര്യം പറഞ്ഞു. പക്ഷെ ഡോക്ടർ അതിലും വലിയ പുള്ളിയായിരുന്നു. 10 ദിവസം അവിടെ തങ്ങി ട്രീറ്റ്മെന്റ് എടുത്താലേ സർട്ടിഫിക്കറ്റ് തരൂ എന്ന് പുള്ളി പറഞ്ഞതോടെ മറ്റു വഴിയില്ലാതെ സുഖു അതിന് തയ്യാറായി. ഇല്ലെങ്കിൽ കൊലക്കുറ്റമാണല്ലോ തലയിൽ വീഴാൻ പോകുന്നത്. അങ്ങനെ സുഖു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ തന്റെ ജീവിതം തുടങ്ങി. മറുവശത്ത് ഇതേ സമയം ഷീബയാകട്ടെ വീട്ടിൽ നിന്നും വഴിയിലൂടെ പോവുകയായിരുന്ന കുഞ്ഞായിയെ കണ്ണും കയ്യും കാണിച്ച് വളച്ചെടുക്കുകയായിരുന്നു. ഫോൺ നമ്പർ വരെ കൊടുത്ത് അവർ സംസാരം ആരംഭിച്ചു. ഇതിനിടയിൽ പാച്ചൻ താനൊന്ന് കോയമ്പത്തൂർ പോയി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമെന്ന് നോക്കട്ടെ, സാഹചര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് സുഖുവിനടുത്ത് വന്ന് പറഞ്ഞു. അങ്ങനെ പാച്ചൻ കോയമ്പത്തൂർക്കും പോയി. എല്ലാം നല്ല രീതിയിൽ നടന്ന് കുറെ ദിവസങ്ങൾ കടന്നുപോയിരുന്നു. ഇതിനിടയിൽ തങ്കു പോലീസ് കസ്റ്റഡിയിലുമായി. അങ്ങനെ ഇരിക്കെയാണ് സുഖുവിന്റെ അമ്മയുടെ കുടുംബശ്രീ യൂണിറ്റിന്റെ വിനോദയാത്ര വരുന്നത്. വിനോദയാത്ര കടന്നുപോയത് സുഖുവുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിനടുത്തുകൂടിയായിരുന്നു. അന്ന് മാനസിക രോഗികളുടെ കൂട്ടത്തിൽ ട്രീറ്റ്മെന്റ് പ്രാക്ടീസിലുണ്ടായിരുന്ന സുഖുവിന്റെ പ്രവൃത്തി കൂട്ടത്തിലൊരു ലേഡി കണ്ടു. അത് സുഖുവിന്റെ അമ്മയെ വിളിച്ചു കാണിച്ചു. അതോടെ അമ്മയും കൂട്ടുകാരും ഒക്കെ കൂടി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ചെല്ലുകയാണ്. സുഖുവിന് ഭ്രാന്താണ് എന്നതോടെ കൂട്ടത്തിലുള്ള ഏവരും തന്നെ വിചാരിച്ചിരുന്നു. സുഖുവിന്റെ അമ്മ പോലും. അടുത്ത ദിവസം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും സർട്ടിഫിക്കറ്റും കിട്ടി സുഖ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പാച്ചൻ അങ്ങോട്ടേക്ക് വരുന്നത്. സന്തോഷ വാർത്ത പാച്ചൻ പറഞ്ഞു. അപകട മരണമെന്ന് പറഞ്ഞ് അന്നത്തെ സംഭവത്തിൽ കൊല്ലപ്പെട്ട ആ കേസ് അവിടുത്തെ പോലീസ് ക്ലോസ് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. പാച്ചൻ അത് സുഖുവിന് കൊടുത്തു.
ചെയ്തു. പക്ഷേ സുഗു ആകെ ദുഃഖത്തിലായിരുന്നു. നാട് മുഴുവൻ താനിപ്പോൾ ഭ്രാന്തനായി അറിയപ്പെട്ടു കാണും എന്ന് സുഗുവിന് അറിയാമായിരുന്നു. സുഗുവും പാച്ചനും കൂടി നാട്ടിലും വീട്ടിലും എത്തി. ഏവരും സുഗുവിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. വീട്ടിലാള് തടിച്ചുകൂടിയിരുന്നു. സുഗു അങ്ങനെ നാട്ടിൽ ഭ്രാന്തനെന്ന് മുദ്രകുത്തപ്പെട്ടു. എല്ലാവരാലും തുറച്ചു നോക്കപ്പെടുന്നവനായി, അവഗണന അനുഭവിക്കുന്നവനായി സുഗു മാറി. അങ്ങനിരിക്കെ സുഗുവിന്റെ കൂട്ടുകാർ സുഗുവിനെ കാണാൻ വന്നു. ഞങ്ങൾ നീ വിളിച്ചില്ലല്ലോടാ എന്ന മട്ടിലൊക്കെ പറഞ്ഞ് അവർ സുഗുവിന്റെ കൂടെ നിന്നപ്പോ അവർക്കെങ്കിലും തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് സുഗു ആശ്വസിച്ചിരുന്നു. പക്ഷേ മദ്യപിക്കാൻ ചെന്നപ്പോഴോ മരുന്ന് കഴിക്കുന്നതല്ലേ, കുറച്ചു കുടിച്ചാ മതി എന്ന് പറഞ്ഞ് മദ്യത്തിന്റെ അളവ് കുറച്ചു കൊടുത്തതും അവരും തന്നെ ഭ്രാന്തനായിട്ടാ കാണുന്നത് എന്ന് സുഗു മനസ്സിലാക്കി. സുഗു അന്ന് ആകെ തകർന്നു പോയിരുന്നു. താൻ ഒരാളെ കൊന്നു എന്നൊക്കെ സുഗു പറഞ്ഞിട്ടും അവരാരും വിശ്വസിച്ചില്ല. സുഗുവിന്റെ ഭ്രാന്താണത് എന്നാണ് കരുതിയത് പോലും. ഒടുവിൽ സുഗു അവരോടൊക്കെ ദേഷ്യപ്പെട്ട് സങ്കടത്തോടെ അവിടെ നിന്ന് പോരുകയാണ്. ആരും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ദുഃഖം സുഗുവിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയിരുന്നു. പക്ഷേ സുമ ഇതേ സമയം സുഗുവിനെ നേരിട്ട് കാണാൻ വിളിപ്പിച്ചു. സുഗുവിനോട് ഇഷ്ടമുണ്ടായിരുന്ന സുമ എന്തു തന്നെയാണെങ്കിലും സുഗുവിനെ സ്നേഹിക്കാൻ തീരുമാനിച്ചിരുന്നു. സുഗുവിനോടുള്ള തന്റെ പ്രണയം സുമ തുറന്നു പറഞ്ഞു. പക്ഷേ സുധാകരന്റെ പെങ്ങൾ തന്റെയും പെങ്ങൾ പോലാണ് എന്ന് പറഞ്ഞ് പ്രണയം റിജക്ട് ചെയ്ത് അവിടെ നിന്ന് പോരുകയായിരുന്നു സുഗു ചെയ്തത്. പോരുമ്പോ പാച്ചൻ ചോദിച്ചു, സുഗുചേട്ടാ നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്കിനി പെണ്ണ് കിട്ടില്ലാന്ന്, എന്നിട്ടിപ്പോ ഒരു പെണ്ണ് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോ അത് വേണ്ടെന്നും പറഞ്ഞു വന്നേക്കുന്നു. സുഗു പറഞ്ഞു, ആരെയും കെട്ടിയില്ലേ പെങ്ങളെ കെട്ടാൻ. സുഗുവിന് ശരിക്കും ഭ്രാന്തില്ലടാ. സുഗുവിന്റെ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം സുഗുവിന്റെ മുത്തശ്ശിയുടെ തിമിരത്തിന്റെ ശസ്ത്രക്രിയയ്ക്ക് വീട്ടിലുള്ള എല്ലാവരും ആശുപത്രിയിൽ പോവുകയാണ്. സുഗു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കുഞ്ഞായി കടന്നു വരുന്നത്. നേരത്തെ കുഞ്ഞായിയും കൂട്ടുകാരുമായി അടിയുണ്ടാക്കി സുഗു പോന്നതിൽ പിന്നെ കുഞ്ഞായി അങ്ങനെ വന്നത് എന്തിനാണ് എന്നൊരു തോന്നൽ സുഗുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലാണ് സുഗുവിന്റെ സംസാരമൊക്കെ. കുഞ്ഞായി പക്ഷേ ഒരു മയത്തിൽ വന്ന കാര്യം പറഞ്ഞു. എന്നെ ഒരിടത്ത് ഡ്രോപ്പ് ചെയ്യാമോ, എനിക്കൊരു ലൈൻ സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് രാത്രി അവൾ അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. സുഗു ദേഷ്യപ്പെട്ടു. അടുത്ത കൊല്ലം നിന്റെ കല്യാണമല്ലടാ, നിന്റെ ഒന്നും കള്ളവടിക്ക് കാവലിക്കാൻ എന്നെ കിട്ടൂല. അതൊക്കെ പറഞ്ഞെങ്കിലും രാത്രിക്ക് രാത്രി കുഞ്ഞായിയെ കൊണ്ട് ഗേൾഫ്രണ്ടിന്റെ വീടിന് മുമ്പിൽ പോവാൻ സുഗു കൂടെ പോയിരുന്നു. അതും സുഗുവിന്റെ ബൈക്കിൽ തന്നെ. അങ്ങനെ ഷീബയുടെ വീടിന് വെളിയിൽ കുഞ്ഞായി ഇറക്കിവിട്ട് സുഗു അവിടെ കാത്തു നിൽക്കാൻ തുടങ്ങി. താൻ വരുന്നവരെ നിൽക്കാൻ കുഞ്ഞായി തന്നെയായിരുന്നു സുഗുവിനോട് ആവശ്യപ്പെട്ടത്. സുഗുവാണെങ്കിൽ മശത്തണ്ടും മാങ്ങാക്കറിയും പേജിൽ ഓരോ പൈങ്കിള് ഡയലോഗും എഴുതി അവിടെ ഇരുന്നു. അപ്പോഴാണ് ആകെ ഒരു ബഹളം കേൾക്കുന്നത്. ആരോ താഴേക്ക് ചാടിയ ശബ്ദമൊക്കെ. കുഞ്ഞായിയെ പിടിച്ചതാണോ എന്ന് ഭയന്ന് വണ്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് സുഗു നിൽക്കാൻ തുടങ്ങി. കുഞ്ഞായി ഓടിവരും എന്ന് പ്രതീക്ഷിച്ചു നോക്കി നിന്ന വഴിയിൽ നിന്നും അതാ ഷീബ ഓടി വന്നുകൊണ്ടിരിക്കുന്നു. വന്നപാടെ ഷീബ സുഗുവിന്റെ ബൈക്കിൽ കയറി പോവാമെന്ന് പറഞ്ഞു. ആദ്യം നീയേതാ പെണ്ണെ ഇറങ്ങുന്നൊക്കെ സുഗു പറഞ്ഞെങ്കിലും താൻ കുഞ്ഞായിയുടെ ഗേൾഫ്രണ്ട് ആണെന്നും ഞങ്ങൾ ഒളിച്ചോടാണ് എന്നുമായിരുന്നു ഷീബയുടെ മറുപടി. അവരെന്നോടതൊന്നും പറഞ്ഞിട്ടില്ല. ഇറങ്ങാൻ പറഞ്ഞ സുഗു അവളെ ഇറക്കി വിട്ടു. അപ്പോഴേക്കും ആളുകൾ ഓടി വരുന്നുണ്ടായിരുന്നു. ഷീബ പറഞ്ഞു, ദാ ഓടി വരുന്നവർക്ക് ഞാൻ ആരുടെ കൂടി ഒളിച്ചോടണേന്ന് അറിയാൻ പാടില്ല, ആരെ കൈ ചൂണ്ടിയാലും തല്ലുകൊള്ളും. ഇതെന്തൊരു വിധിയാ എന്ന് പറഞ്ഞ് സുഗു ആകെ ടെൻഷൻ അടിച്ചു നിന്നു. ഒടുവിൽ മറ്റു വഴിയില്ലെന്ന് കണ്ടതും അവളെ വണ്ടിയിലേക്ക് കയറ്റി സുഗു വേഗത്തിൽ വണ്ടി വായിക്കുകയാണ്. വഴിയിൽ ഇറക്കി വിടാനായിരുന്നു സുഗു ആദ്യം ശ്രമിച്ചത്. പക്ഷേ രാത്രിയിൽ താൻ സുഗുവിന്റെ കൂടെ വന്നത് എല്ലാവരും കണ്ടതാണെന്നും തനിക്ക് വല്ലതും പറ്റിയാൽ സുഗു മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞ് ഷീബ ഭീഷണിപ്പെടുത്തിയതോടെ സുഗുവിന് ഷീബയെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. ആരും കാണാതെ വീടിനകത്ത് ഷീബയെ കയറ്റി ഒളിപ്പിച്ചു നിർത്താൻ സുഗു കഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ അവളെയും കൂട്ടി വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങാൻ പോകുമ്പോഴാണ് വീട്ടിലേക്ക് ഭക്ഷണവുമായി സുമ വരുന്നത്. സുഗുവിന്റെ അമ്മ പറഞ്ഞേൽപ്പിച്ചു പോയതാണെന്ന് സുമയെ കണ്ടതോടെ ഷീബയെ മറച്ചു വെക്കാൻ സുഗു അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. വേറെ സംസാരമൊക്കെ കേട്ടല്ലോ എന്ന തരത്തിൽ സുമ ചോദിച്ചപ്പോ താൻ മോണാക്ട് കളിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിലാണ് സുമയെ സുഗു പറഞ്ഞയക്കുന്നത്. സുമ കൊണ്ടുവന്ന കപ്പ കിട്ടിയതോടെ ഷീബ അത് കഴിക്കാനും തുടങ്ങി. ഇതിനിടയിൽ സുഗു കുഞ്ഞായിയെ ഫോൺ വിളിച്ചു കിട്ടി. പക്ഷെ കുഞ്ഞായി പറഞ്ഞത് കേട്ട് സുഗു ഞെട്ടിപ്പോയിരുന്നു. സുഗുവിനോട് അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാനായിരുന്നു കുഞ്ഞായി പറഞ്ഞത്. കുഞ്ഞായി കയറി ചെന്നപ്പോ ഷീബ ഒളിച്ചോടാമെന്ന് പറഞ്ഞെന്നും അത് കേട്ട കുഞ്ഞായി മട്ടുപ്പാവയിൽ നിന്ന് എടുത്തു ചാടിയെന്നും താഴെ കസേരയിൽ വന്നിരുന്നു പോയെന്നും കുറച്ചു കഴിഞ്ഞ് ബഹളമൊക്കെ കേട്ടാണ് എണീറ്റതെന്നും ഒടുവിൽ അവിടുത്തെ ആളുകൾ ചിന്തിച്ചത് കുഞ്ഞായി അവിടുത്തെ ആളാണെന്നാണെന്നും ആളുകളുടെ ഒപ്പം കുറെ നേരം ഷീബയെ തിരിഞ്ഞ ശേഷമാ ഒരു തരത്തിൽ ഊരി ഇപ്പോ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണെന്നുമായിരുന്നു കുഞ്ഞായി വ്യക്തമാക്കിയത്. ഷീബ തന്റെ വീട്ടിലുണ്ടെന്ന് സുഗു പറഞ്ഞതും അതേൽക്കാൻ കുഞ്ഞായി പിന്നെ തയ്യാറായില്ല. എന്തിനാണ് സുഗുവേട്ടൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് പോയത് എന്നായിരുന്നു കുഞ്ഞായിയുടെ മറുചോദ്യം. ഒടുവിൽ കുഞ്ഞായി സുഗു പറയുന്നത് കേൾക്കാതെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. സുഗു അക്ഷരാർത്ഥത്തിൽ പെട്ടു. സുഗുവിന്
പിന്നാലെ വീട്ടിലേക്ക് ചെന്ന് കുഞ്ഞായി ഷീബയെ തേച്ചു എന്ന കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറെ ഇമോഷണൽ ഡയലോഗൊക്കെ അടിച്ച് പൈങ്കിളി സാഹിത്യമൊക്കെ പറഞ്ഞു ശ്രമിച്ചു. പക്ഷേ ഷീബയ്ക്ക് വല്ല കൂസലുമുണ്ടോ? അവൾ കപ്പ തിന്നുകയാണ്. അതൊക്കെ കണ്ടതും ദേഷ്യം വന്ന് സഹികെട്ട സുഗു അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അതോടെ ഷീബ തന്റെ കളി പുറത്തെടുത്തു. തന്നെ ഇറക്കിവിട്ടാൽ തന്റെ 20 പവൻ ആഭരണം സുഗു മോഷ്ടിച്ചെന്ന് താൻ പരാതി പറയുമെന്നും അതോടെ സുഗു കുടുങ്ങുമെന്നും അവൾ ഭീഷണിപ്പെടുത്തി. അതോടെ സുഗു ആകെ അങ്കലാപ്പിലായി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എന്തായാലും തനിക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്തി തന്നാൽ താൻ തന്നെ മാറിക്കോളാം എന്ന് ഷീബ പറഞ്ഞു. മുത്തശ്ശിയുടെ തിമിര ഓപ്പറേഷന് പോയവർ നാളേക്ക് മടങ്ങിയെത്തുമായിരുന്നു. അതിനുള്ളിൽ സുഗുവിന് ഇടം കണ്ടെത്തണം. സുഗു പാച്ചനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പാച്ചനോട് ഒരു ലോഡ്ജ് മുറി തയ്യാറാക്കാനും മറ്റും ആവശ്യപ്പെട്ടു. ഒരാശ്വാസത്തിൽ ചാരിയിരുന്ന സുഗു ഉറങ്ങിപ്പോയിരുന്നു. ഞെട്ടിയുണർന്നപ്പോൾ നേരം പുലർന്നിരിക്കുന്നു. സുഗു ഓടിച്ചെന്ന് വീട് ചുറ്റും നോക്കി. മുത്തശ്ശിയുടെ ഓപ്പറേഷന് പോയവർ മുഴുവൻ തിരികെ എത്തിയിരുന്നു. ഷീബയാണെങ്കിൽ കാണുന്നുമില്ല. സുഗുവിന് ഒരു നിമിഷം ആശ്വാസം തോന്നി. അപ്പോഴതാ അലക്കിയ വസ്ത്രങ്ങളുമായി ഷീബ വരുന്നു. അത് കണ്ടതും സുഗു ഞെട്ടിപ്പോയി. ഓടിച്ചെന്ന് അവളോട് ദേഷ്യപ്പെട്ടവളെ പറഞ്ഞുവിടാൻ സുഗു ശ്രമിച്ചു. അപ്പോഴതാ സുഗുവിന്റെ അമ്മ കടന്നു വരുന്നു. സുഗു പ്രേമിച്ചു കൊണ്ടുവന്ന പെണ്ണാണത് എന്നായിരുന്നു അവരൊക്കെ കരുതിയത്. മാനസിക നില തെറ്റിയ സുഗുവിന് ഇനി ഇവിടെ നിന്ന് പെണ്ണ് കിട്ടാനാണ് എന്ന് പേടിച്ചിരുന്ന അവർക്ക് ഷീബയെപ്പോലെ നല്ലൊരു പെണ്ണിനെ കണ്ടതും അതങ്ങ് മനസ്സ് നിറച്ചിരുന്നു. സുഗുവിനൊപ്പം ഒളിച്ചോടി വന്നതാണ് എന്നായിരുന്നു ഷീബയും പറഞ്ഞിരുന്നത്. അച്ഛനും അമ്മയും ഷീബയുടെ പക്ഷത്തായി. സുഗു ആകെ ഒറ്റപ്പെട്ടു. ദേഷ്യം പിടിച്ച സുഗു അവളെ മാറ്റി നിർത്തി. എന്താ ഉദ്ദേശം? ആകെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞെങ്കിലും എങ്ങോട്ടാണെന്ന് വെച്ചാ പൊക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അപ്പോഴങ്ങോട്ടേക്ക് സുമയും കടന്നു വന്നു. സുമയാണെങ്കിൽ വിവരമൊക്കെ അറിഞ്ഞ് ആകെ കലിപ്പിലായിരുന്നു. സുമയുടെ മുമ്പിൽ സുഗുവും ആകെ ചൂളി നിന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഷീബയെയാണെങ്കിൽ വീട്ടുകാർ അംഗീകരിച്ച പോലെയുമായിരുന്നു. അടുത്ത ദിവസം സുഗു നേരെ കുഞ്ഞായിയെ ചെന്നു കണ്ടു. കുഞ്ഞായിയുമായി ഒരു അടിയും പ്രശ്നവും തന്നെ ഉണ്ടാക്കി. ഒടുവിൽ കുഞ്ഞായിയും സുഗുവും സമാധാനത്തിലെത്തി. കൂട്ടത്തിൽ പാച്ചനുമുണ്ട്. ഷീബയുടെ പ്രശ്നം ഒതുക്കുന്നതിനെപ്പറ്റി അവർ ചർച്ച ചെയ്തു. കുഞ്ഞായിയോട് കെട്ടാൻ പറഞ്ഞപ്പോ കുഞ്ഞായിക്കത് പറ്റില്ലായിരുന്നു. ഒടുവിൽ അത് പാച്ചനെ കൊണ്ട് കെട്ടിക്കാൻ അവർ പദ്ധതിയിട്ടു. പാച്ചനും അത് പറ്റില്ല. ഏറ്റവും ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. അവൾ എന്തിനാണ് ഒളിച്ചോടി എപ്പോഴും ഇങ്ങനെ പോകുന്നതെന്നറിയണം. അത് സുമയെ കൊണ്ട് ചോദിപ്പിക്കാം എന്നായിരുന്നു അവരുടെ തീരുമാനം. അവർ ആശുപത്രിയിൽ ചെന്ന് സുമയെ കണ്ട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞതും സുമ പാച്ചനോടും കുഞ്ഞായിയോടും ദേഷ്യപ്പെടുന്നുണ്ട്. ഒടുവിൽ സുമ തന്നെയൊക്കെ ചോദിച്ചറിയാം എന്ന് അവരോടായി പറഞ്ഞു. അടുത്ത ദിവസം സുമ ഷീബയോട് സംസാരിച്ചു. അതിനുശേഷമാണ് ചില വിവരങ്ങൾ അവർ മനസ്സിലാക്കുന്നത്. ഷീബയുടെ അച്ഛൻ അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടതാണ്. അതിനുശേഷം അവളുടെ അമ്മ ബേബിയെ വിവാഹം കഴിച്ചു. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അവളുടെ അമ്മ മരിച്ചു. ബേബി വേറൊരു വിവാഹം കഴിച്ചു. നിലവിൽ അവളുടെ അമ്മയും അച്ഛനുമായിട്ടുള്ള ബേബിയും ഭാര്യയും യഥാർത്ഥത്തിൽ അവളുടെ ബയോളജിക്കൽ പാരന്റ്സ് അല്ല. ബയോളജിക്കലി അവളൊരു അനാഥയാണ്. സംഭവം എന്തെന്നാൽ അവളെ പഠിപ്പിക്കാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. കെട്ടിച്ചുവിടാനാണ് അവരുടെ പദ്ധതി. അവൾക്കാണെങ്കിൽ പഠിക്കണമെന്നും അതിനാണ് വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളൊക്കെ സുഗു ഒരു ഞെട്ടലോടെയായിരുന്നു കേട്ടത്. ഉപരിപഠനത്തിന് ഇവിടെ വന്നിട്ടെന്ത് കാര്യം എന്ന ഭാവമായിരുന്നു സുഗുവിന്. പോകുന്നതിനു മുമ്പ് സുമ സുഗുവിനോട് ഒന്നുകൂടി പറഞ്ഞു, ഞാൻ ഇത്രയും എഫോർട്ടൊക്കെ ഇട്ടിട്ട് ഒടുവിൽ നിങ്ങൾ അവളെ പോയി കെട്ടരുതെന്നായിരുന്നു അത്. ഒന്ന് പോയിടി അവിടുന്ന് എന്ന് പറഞ്ഞ സുഗു അവിടുന്ന് പോന്നു. അവിടുന്ന് പോന്നവർ ഇനി എന്ത് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. പഠിക്കാൻ വേണ്ടിയാണല്ലോ അവൾ ഒളിച്ചോടുന്നത്. അതിനുവേണ്ടിയാണല്ലോ സുഗുവിന്റെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോ സുഗു അവളെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൾ ഭയന്ന് പൊക്കോളും. അതായിരുന്നു അവർ ചർച്ച ചെയ്തുണ്ടാക്കിയ പ്ലാൻ. സുഗുവിന് വിവാഹത്തിന് സമ്മതമാണ് എന്ന് വീട്ടിൽ ചെന്ന് പറയാൻ കൂട്ടുകാർ ആവശ്യപ്പെട്ടു. സുഗു അങ്ങനെ ആ പ്ലാനുമായി നേരെ മുമ്പോട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലെത്തി അവളെ വിവാഹം കഴിക്കാം, രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന മട്ടിലൊക്കെ സുഗു സംസാരിച്ചു. സുഗുവിന്റെ അളിയനും പെങ്ങളുമൊക്കെ അവിടുണ്ട്. അവരും അത് ഏറ്റുപിടിച്ചു. അങ്ങോട്ടേക്ക് വെളിച്ചെണ്ണ കൊടുക്കാനെത്തിയ സുമ അത് കേട്ടിരുന്നു. സുമ ദേഷ്യം കൊണ്ട് വിറച്ചു. തൊട്ടു പിന്നാലെയാണ് അങ്ങോട്ടേക്ക് ബേബി കടന്നു വരുന്നത്. ബേബി ഒറ്റയ്ക്കായിരുന്നു വരവ്. ഷീബയെ കൊണ്ടുപോവാനായിരുന്നു ബേബിയുടെ വരവ്. ഷീബ വന്നപ്പോൾ തന്റെ കൂടെ വരണമെന്നും ഒരു വീടല്ലേ പ്രശ്നമുണ്ടാക്കണ്ടെന്ന് കരുതിയ ഒറ്റയ്ക്ക് വന്നത് എന്നും ബേബി പറഞ്ഞു. താൻ വരില്ലെന്നായിരുന്നു അവളുടെ മറുപടി. ഇതേസമയം സുഗുവിന്റെ അളിയനാണെങ്കിൽ വിവാഹക്കാര്യം ബേബിയോട് സംസാരിക്കാൻ നോക്കുകയാണ്. മതമാണോ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു നിൽക്കെ ബേബി കലിതുള്ളി ദേഷ്യത്തിൽ പറഞ്ഞു, ഇവൾക്ക് 18 വയസ്സായിട്ടില്ലടോ. അത് കേട്ടതും അവിടെയുള്ളവർ ഞെട്ടിയിരുന്നു. ഇവിടുന്ന് നിന്നെ വിളിച്ചുകൊണ്ടു പോവാൻ എനിക്കാരുടെയും അനുവാദം വേണ്ടെന്ന് ബേബി പറഞ്ഞപ്പോ, അങ്ങനാണെങ്കിൽ എന്റെ കല്യാണം നടത്താൻ നോക്കിയതിന് അപ്പനെ പോലീസ് പിടിക്കില്ലേ എന്നായിരുന്നു അവളുടെ മറുചോദ്യം. ഈ സമയത്താണ് പുറത്ത് തേങ്ങ പൊതിക്കുകയായിരുന്ന സുഗു വാക്കത്തിയുമെടുത്ത് ഫ്രണ്ടിലേക്ക് വരുന്നത്. മുണ്ടുമടക്കി കുത്തി വാക്കത്തിയും കടിച്ചു വരുന്ന സുഗുവിനെ കണ്ടതും ബേബി ഭയപ്പെട്ടു. സുഗു ഭ്രാന്തനാണെന്നാണല്ലോ നാട്ടിലെ വെപ്പ്. ബേബിയും അത് കേട്ടിരിക്കണം. ബേബി ഭയന്നോടുകയാണ്. പുറത്തേക്ക് വന്ന സുഗു അവൾക്ക് 18 വയസ്സായിട്ടില്ല എന്ന കാര്യം അറിഞ്ഞു. അതോടെ അവളുടെ കല്യാണ പദ്ധതിയും പൊളിഞ്ഞു. ഇനി എന്തു ചെയ്യുമെന്നറിയാതെ സുഗു തലപുകഞ്ഞിരിക്കുമ്പോ ഷീബ കടന്നു വന്ന് സുഗുവിനെ കളിയാക്കാൻ തുടങ്ങി. സുഗുവിനും ദേഷ്യം വന്നിരുന്നു. താൻ പോയി
പോയി ബേബിയോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് സുഗു സംസാരിച്ചു. ഷീബ അതോടെ കളം മാറ്റി ചവിട്ടി സുഗുവിന് ശരിക്കും ഭ്രാന്തില്ലല്ലോ എന്നും ആ ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതല്ലേ, അതും ഒരാളെ കൊന്ന കാര്യം മറയ്ക്കാൻ എന്നുള്ള തരത്തിലും ഷീബ സൂചിപ്പിച്ചു. ഞെട്ടലോടെയായിരുന്നു അവനത് കേട്ടത്. ഒക്കെ അറിഞ്ഞിട്ടാണ് അവൾ ചോദിക്കുന്നത് എന്ന് ചിന്തിച്ച സുഗു ആ നിമിഷം അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് താൻ തന്നെ പറഞ്ഞ അവളുടെ മുമ്പിൽ പെട്ടു എന്ന് സുഗു മനസ്സിലാക്കുന്നത്. മുമ്പ് പ്രേമത്തിലായിരുന്ന സമയത്ത് കുഞ്ഞായി പറഞ്ഞ് അതിനെപ്പറ്റി ചില സൂചനകൾ മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. സുഗുവായിട്ട് തന്നെ അതിന്റെ ഉറപ്പ് അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അത് വെച്ച് അവൾ ഭീഷണിപ്പെടുത്തിയതോടെ അവളോട് എത്ര നാൾ വേണമെങ്കിലും അവിടെ നിന്നോളാനും എന്തു വേണേ ചെയ്തോളാനും സുഗുവിന് ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നു. അന്ന് രാത്രിയിൽ സുഗു കൂട്ടുകാരോടുകൂടെ അതിനെപ്പറ്റി ആലോചിച്ച് സംസാരിച്ചു. അവളോട് സ്നേഹം നടിച്ച് അവളെ കോളേജിലാക്കാമെന്ന് പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് മാറ്റാമെന്നും പിന്നീട് അവളുടെ പപ്പയെ വിവരമറിയിക്കാം എന്നും ഒരു പദ്ധതി അവർക്കിടയിലേക്ക് വന്നു. അത് ചതിയല്ലേ എന്ന മട്ടിൽ പാച്ചൻ ചോദിച്ചെങ്കിലും അവൾക്ക് അതൊക്കെ തന്നെ മതി എന്നായിരുന്നു കുഞ്ഞായിയുടെ മറുപടി. അങ്ങനെ അടുത്ത ദിവസം ആ കാര്യം സുഗുവിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പാച്ചനും കുഞ്ഞായിയും വീട്ടിലെത്തി. അന്നാണെങ്കിൽ അവരുടെ വീട്ടിൽ തിരുവാതിര പ്രാക്ടീസ് നടക്കുകയാണ്. ഷീബയാണെങ്കിൽ ജ്യൂസ് അടക്കം കൊടുത്ത് കുടുംബശ്രീ പെണ്ണുങ്ങളെ കയ്യിലെടുത്തിരുന്നു. സുഗുച്ചേട്ടന് തന്നോട് ഒരു സ്നേഹവുമില്ല എന്നൊക്കെ അവൾ പറയുന്നു കേട്ടതും കൂട്ടത്തിലൊരു പെണ്ണ് പറഞ്ഞു, സുഗു അത്തരക്കാരനൊന്നുമല്ല, ഒരു പെണ്ണിനെ ഒളിച്ചോടി കൊണ്ടുവന്നിട്ട് അവളെ ചതിക്കാൻ മാത്രം ഊളിയൊന്നുമല്ല. അത് കേട്ടതോടെ ഷീബയെ ചതിച്ച് ഹോസ്റ്റലിലാക്കാൻ നിന്ന സുഗുവിന്റെ മനസ്സു മാറി. താനൊരു ഭ്രാന്തനായിരിക്കാം, പക്ഷേ ഊളിയല്ലെന്ന് പറഞ്ഞ് കുഞ്ഞായുടെ ആ പ്ലാനിൽ നിന്ന് സുഗു പിന്തിരിഞ്ഞു. നാട്ടുകാരൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് അവൾ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നേന്നാണെന്നും അവളെ ഒഴിവാക്കിയാൽ ഞാനൊരു ക്രൂരനാണെന്നും നാട്ടുകാർ ചിന്തിക്കില്ലേ എന്നും സുഗു ചോദിച്ചു. ഇനി നീ പിന്നെ എന്ത് ചെയ്യാൻ പോകുവാടാ എന്നായിരുന്നു കുഞ്ഞായിയുടെ ചോദ്യം. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലടാ എന്ന് നിസ്സഹായതയോടെ സുഗു പറഞ്ഞു. ആ സമയമാണ് പാച്ചനൊന്ന് പറയുന്നത്, സുഗുച്ചേട്ടൻ ഇത്രനാളും അവളെ ഒഴിവാക്കേണ്ട കണ്ണുകൊണ്ടല്ലേ നോക്കിക്കണ്ടേ, ഇനി ഇഷ്ടപ്പെടാനുള്ള കണ്ണുകൊണ്ടൊന്ന് നോക്കിയേ, ഒന്ന് പോടാന്ന് പറഞ്ഞ് ആദ്യം സുഗു ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് അവളെ ആ കണ്ണുകൊണ്ട് സുഗു നോക്കിക്കാണാൻ തുടങ്ങി. പതിയെ സുഗുവിന്റെ ഉള്ളിലെ പ്രേമം മുട്ടിട്ടു. ഷീബയോട് സുഗുവിന് വളരെ വലിയ പ്രണയമായി. ഒടുവിൽ അത് തുറന്നു പറയാനും സുഗു തീരുമാനിച്ചു. അവളുടെ ബർത്ത്ഡേ ദിവസം അവളോട് പറയാനായിരുന്നു സുഗുവിന്റെ പദ്ധതി. അവൾക്ക് 18 വയസ്സ് തികയുന്ന ദിവസം. അങ്ങനെ അടുത്ത ദിവസം എത്തി. ഷീബയ്ക്ക് 18 വയസ്സായി. അന്നവൾ വീട്ടിൽ വെണ്ടയ്ക്കാത്തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഹസിയുടെ കോൾ വന്നു. താൻ യൂട്യൂബിൽ റാപ്പിംഗ് ഒക്കെ തുടങ്ങിയെന്നും തന്റെ ഉപദേശം കേട്ടല്ലേ ഷീബ അങ്ങനെയൊക്കെ ഒളിച്ചോടിയത്, താനൊരു വിവരമില്ലാത്ത ചെറിയ പെൺകുട്ടിയായിരുന്നില്ലേ, തന്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന മട്ടിലുമൊക്കെ ഹസി സംസാരിച്ചു. അവളോട് അവളുടെ വീട്ടിലേക്ക് തിരികെ ചെല്ലാനും ഹസി ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു വീട്ടിൽ വെണ്ടയ്ക്കാത്തോരൻ ഉണ്ടാക്കാനൊന്നുമല്ലല്ലോ നീ ഒളിച്ചോടിയത് എന്നും അവൾ ചോദിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഷീബ ഒരു നിമിഷം മംഗലാപ്പിലായി പോയിരുന്നു. അവളുടെയുള്ള വേദന കൊണ്ട് നിറഞ്ഞു. ബാത്റൂമിലേക്ക് കയറി അവൾ പൊട്ടിക്കരഞ്ഞു. ബാത്റൂമിൽ നിന്ന് അവൾ പുറത്തേക്കിറങ്ങി വരുമ്പോ പുറത്തതാ സുഗു വന്നു നിൽക്കുന്നു. അതും അവളെ പ്രപ്പോസ് ചെയ്യാൻ പാന്റും ഷർട്ടുമൊക്കെ ഇട്ട് ഒരു പ്രത്യേക രൂപത്തിൽ. കയ്യിൽ അവൾക്കുള്ള ഗിഫ്റ്റുമുണ്ട്. അവൾക്ക് മുമ്പിൽ മുട്ടുകുത്തി പൈങ്കിളി ഡയലോഗൊക്കെ അടിച്ച് സുഗു അവളെ പ്രപ്പോസ് ചെയ്യാൻ തുടങ്ങി. ഉള്ളു തകർന്നിരിക്കുന്ന ഷീബയ്ക്ക് ആ പ്രപ്പോസൽ കണ്ടാൽ എന്താണ് തോന്നുക, അത് തന്നെയായിരുന്നു സംഭവിച്ചതും. അവൾ സുഗുവിനെ റിജക്ട് ചെയ്തു. സുഗു അവളോട് അപേക്ഷിച്ചു. ഒടുവിൽ താൻ എന്തൊരു ഊളയാടോ എന്ന മട്ടിൽ അവൾ പറഞ്ഞത് സുഗുവിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു. നെഞ്ചിൽ എസ് ലവ് എസ് എന്ന മട്ടിൽ ഷീബ ലവ് സുഗു എന്ന അർത്ഥത്തിൽ പച്ചകുത്തി വന്നിരുന്ന സുഗുവിന് അതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സുഗുവിന് വിറളി പൂണ്ടിരുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഷീബയുടെ അച്ഛൻ ബേബി ഗുണ്ടാസംഘം ജാഫറിനെയും മറ്റുമായി എത്തുന്നത്. ബലം പ്രയോഗിച്ച് ഷീബയെ കൊണ്ടുപോവാനായിരുന്നു അത്. പുറകിൽ ഭ്രാന്ത് പിടിച്ചു നിന്നിരുന്ന സുഗുവാകട്ടെ പുറത്തെ ശബ്ദമൊക്കെ കേട്ടിരുന്നു. ബേബി ഉണ്ടാക്കുന്ന ബഹളം. വാക്കത്തിയുമെടുത്ത് അതോടെ പുറത്തേക്ക് സുഗു ഇറങ്ങിച്ചെല്ലുകയാണ്. ഭ്രാന്ത് പിടിച്ച പോലെ സുഗു അഭിനയിച്ചു. എല്ലാവരെയും വിരട്ടിയോടിച്ചു. അങ്ങോട്ടേക്കെത്തിയ കുഞ്ഞായിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ പണി കൊടുത്തു. പൂർണ്ണമായും നാട്ടുകാരുടെ മുമ്പിൽ ഭ്രാന്തനായി സുഗു മാറിയിരുന്നു. ഒരു ഘട്ടത്തിൽ പാച്ചൻ സുഗുവിനെ പിടിച്ച് എന്തിനാ സുഗുവേട്ട ഇങ്ങനെ ചെയ്യുന്നത്, ആൾക്കാരൊക്കെ സുഗുവേട്ടന് ഭ്രാന്താണെന്ന് കരുതില്ലേ എന്ന് ചോദിച്ചപ്പോ സുഗു പറഞ്ഞു, എന്റെ ഭ്രാന്ത് കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകട്ടടാ എന്ന്. ഒടുവിൽ സുഗുവിനോട് നിർത്തടാ എന്നവന്റെ അച്ഛൻ അലറി പറഞ്ഞപ്പോഴായിരുന്നു സുഗു നിർത്തിയത്. അത്ര നാളും സുഗുവിന്റെ അച്ഛൻ എന്തു പറഞ്ഞാലും ആരും അനുസരിക്കില്ലായിരുന്നു. സുഗു വന്ന് അതനുസരിച്ചപ്പോ സന്തോഷം കൊണ്ട് സുഗുവിന്റെ അച്ഛൻ തുള്ളിച്ചാടി. എല്ലാരും ഒഴിഞ്ഞുപോയി കഴിഞ്ഞപ്പോ സുഗു ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ഇട്ട് നോർമലായി വന്ന് ഉമ്മറ തിരുപ്പുറപ്പിച്ചു. തനിക്ക് ഭ്രാന്തില്ലെന്നും താൻ അഭിനയിച്ചതാണെന്നും അവിടെയുള്ള എല്ലാവരോടുമായി പറഞ്ഞു. അതോടെ സുഗുവിന്റെ അമ്മയ്ക്കും മറ്റും സുഗുവിന് ഭ്രാന്തില്ലെന്ന് മനസ്സിലായിരുന്നു. അതൊക്കെ കേട്ട് സുമയും അവിടുണ്ട്. അമ്മ സുഗുവിനെ വന്ന് ഒച്ചയെടുത്ത് തല്ലി. സുഗു അമ്മയെ മാറ്റിക്കൊണ്ട് പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ ഷീബയ്ക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. അത് കേട്ടതും സുഗുവിന്റെ അച്ഛനാകട്ടെ എന്റെ മോനെ കെട്ടാത്തത് നിനക്ക് വലിയ നഷ്ടമാണെന്ന മട്ടിലൊക്കെ ഭയങ്കര ഡയലോഗ് പറഞ്ഞിരിക്കാൻ തുടങ്ങി. സുഗു അച്ഛനെ ഒച്ചയെടുത്തായിരുന്നു വായടപ്പിച്ചത്. പിന്നാലെ സുഗു ഷീബയോട്
പറഞ്ഞു. ഷീബ, നിന്നെ ഞാൻ ഹോസ്റ്റലിൽ ചേർക്കാൻ പോകുന്നു. ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം. കുഴപ്പമില്ല സുഖുവേട്ട, ഞാൻ പൊക്കോളാം എന്നായിരുന്നു ഷീബയുടെ മറുപടി. എനിക്ക് കാശൊന്നും വേണ്ട. അത് കേട്ടതും സുഖുവിന് ദേഷ്യം വന്നു. ചാടി എഴുന്നേച്ച് ദേഷ്യപ്പെട്ട് സുഖു പറഞ്ഞു, തോന്നുമ്പോ വരാനും പോകാനും ഇത് നിന്റെ കെട്ടിയോന്റെ വീടൊന്നുമല്ല. ഇത് സുഖു സുജിത് കുമാറിന്റെ വീടാ. ഇനി മുതൽ മറുപടികളൊക്കെ ഡയറക്റ്റ് ആയിരിക്കും. നിന്നെ ഞാൻ ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിക്കുകയും ചെയ്യും. ജോലി മേടിച്ചു തന്ന് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് എന്റെ പണം മുഴുവൻ പലിശയടക്കം തിരിച്ചു വാങ്ങുകയും ചെയ്യും. അത് കേട്ടതും ഷീബ ചെറു ചിരിയോട് പറഞ്ഞു, സുഖുവേട്ട, എനിക്ക് കാശ് വേണ്ട. എനിക്കിപ്പോ 18 വയസ്സായില്ലേ. എനിക്കിനി കുറെ കാശ് കിട്ടും. അവളുടെ ആ മറുപടിയിൽ എന്തുകൊണ്ടാണ് ബേബി അവളെ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് കെട്ടിച്ചുവിടാൻ ശ്രമിച്ചത് എന്നുള്ളതിന്റെ ഉത്തരം കൂടി കിട്ടും. അവളുടെ പേരുള്ള സ്വത്തുക്കൾ കൈക്കലാക്കലായിരുന്നു ബേബിയുടെ ലക്ഷ്യവും മറ്റും. 18 വയസ്സായതോടെ അതിന്റെ പൂർണ്ണാവകാശം അവൾക്ക് ലഭിക്കും. എന്തായാലും അതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. അധികം വൈകാതെ ഷീബയെ ഹോസ്റ്റലിലേക്ക് മാറ്റി. ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യുമ്പോ അവസാനമായി തന്റെ ഇഷ്ടം ഒന്നുകൂടി ഷീബയോട് പറയാനും ഷീബയെ പ്രപ്പോസ് ചെയ്യാനും സുഖു ശ്രമിച്ചു. ഷീബയ്ക്ക് അത് ഇഷ്ടമല്ലെന്ന് മനസ്സിലായതും സുഖു അത് ഒരു തമാശ രീതിയിലാക്കി മാറ്റി. ഒടുവിൽ അവിടെ നിന്ന് കുഞ്ഞായിക്കും പാച്ചനും സുമയ്ക്കുമൊപ്പം സുഖു തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ സുമ സുഖുവിനോട് സുഖുവിന് താനുണ്ടെന്ന മട്ടിൽ പറഞ്ഞെങ്കിലും സുധാകരന്റെ പെങ്ങൾ എന്നും എനിക്ക് പെങ്ങളായിരിക്കും എന്ന അതേ മറുപടിയായിരുന്നു അവൻ ആവർത്തിച്ചത്. പെട്ടെന്നാണ് യെസ് ലവ് എസ് എന്ന് തന്റെ നെഞ്ചിൽ പച്ചകുത്തിയ കാര്യം സുഖു ആലോചിച്ചത്. സുമയുടെ പേരും എസിലാണല്ലോ തുടങ്ങുന്നത് എന്ന് ചിന്തിച്ച സുഖു സുമയുടെ പ്രണയത്തിന് ഓക്കെ പറയാൻ തീരുമാനിച്ചു. സുമയോട് സുഖു തന്റെ പ്രണയം പറഞ്ഞു. സുമയ്ക്കും വലിയ സന്തോഷമായിരുന്നു. ആ ദൃശ്യങ്ങളോടെ പൈങ്കിളി എന്ന ചലച്ചിത്രം അവസാനിക്കുന്നു. ഒരുപാട് കോമഡികളുള്ള രസകരമായ ചലച്ചിത്രമാണ്. എല്ലാവരും സിനിമ കാണാൻ ശ്രമിക്കുമല്ലോ. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു സിനിമയുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.